ആദ്യ നൂറ്റാണ്ടിൽ തന്നെ തോമസ് ലീഗ വന്നു എന്നുള്ളത്. അപ്പൊ ഈ തോമസ് ലീഗ വരുന്നതിന് മുമ്പായിരുന്നു 49-50 കാലഘട്ടത്തിലായിരുന്നു ഈ ജെറുസലേം കൗൺസിൽ നടക്കുന്നത്. അത് അറിയാലോ അല്ലെ? ആദ്യത്തെ സഭയുടെ സുനോദോസ് നടക്കുന്നത്, സഭാ കൗൺസിൽ നടക്കുന്നത് ജെറുസലേമിലാണ്. അപ്പം വേറെ ഏതോ സ്ഥലത്താണ്, അന്ത്യോക്യയിലാണ് ആദ്യത്തെ സഭ എന്നൊക്കെ പറയുന്നതും അത് അജിയുടെ ഒക്കെ വിവരക്കേട് തന്നെയാണെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് അത് വിശദമായിട്ട് പറയുന്നത്. അപ്പൊ ഈ എന്താണ് വാസ്തവത്തിൽ സഭയിൽ നടക്കേണ്ടത്, എങ്ങനെയാണ് സഭ വളരേണ്ടത്, എന്തൊക്കെയാണ് സഭയിൽ പഠിപ്പിക്കേണ്ടത്, ആരൊക്കെ ആയിരിക്കണം സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് തുറന്ന ചർച്ച നടന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഡിഡക്ക എഴുതിയിരിക്കുന്നത്. മനസ്സിലായിപ്പോ? അല്ല, അത് ഈ കാര്യങ്ങളൊക്കെ ലോകം അറിയണം. ചരിത്രം തമസ്കരിക്കപ്പെടാൻ പാടില്ല. ചരിത്രം എപ്പോഴായാലും, പ്രത്യേകിച്ച് ക്രിസ്തീയ ചരിത്രമാണ് ലോകത്തിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ആ ചരിത്രം കൊണ്ടാണ്, യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം. അപ്പൊ ആ യേശുക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൽ ചരിത്രം ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ ഈ ചരിത്രം നമ്മൾ നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഇപ്പൊ പകർന്നു കൊടുക്കുന്നത്. നമ്മളിത് എയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഇത് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അവർക്ക് റിസർച്ച് ചെയ്യാം, ശരിയാണോ എന്ന് പരിശോധിക്കാം, ശരിയല്ലെങ്കിൽ തള്ളിക്കളയാം. എന്റെ വിശ്വാസം ഇപ്പൊ ഇവിടെ ബ്രാഹ്മൺ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ള ഒരിക്കലും ഒരു ചരിത്രം അംഗീകരിക്കുന്നില്ല. പക്ഷെ അവിടെ അന്നുണ്ടായിരുന്ന വരേണ്യവർഗം ആരാണ്, പിൽക്കാലത്ത് അവരെ ബ്രാഹ്മിൺസ് എന്ന് വിളിച്ചിട്ടുണ്ടാവും. അത് നമ്മളൊരു 10 നൂറ്റാണ്ട് കഴിയുമ്പോ ചിലപ്പോ അന്നുള്ള ഒരു പേര് ഇപ്പൊ നമ്മളെങ്ങനെയാ പറഞ്ഞു കൊടുക്കണേ. അത് ഈ ചാതുർവർണ്ണ്യം 8-ാം നൂറ്റാണ്ടിൽ ഇവിടെ ശ്രീ ശങ്കരാചാര്യർ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ബ്രാഹ്മണിസം വരുന്നത്. അതുവരെ ഇവിടെ ബ്രാഹ്മണിസം ഇല്ല. ശൈവേഴ്സും വൈഷ്ണവേഴ്സും ആണ്. അവർ തമ്മിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നവരും കൊല്ലുന്നവരൊക്കെ ആയിരുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അത് ഒരു അധികാര ശ്രേണിയിലേക്ക് ഒരു കൂട്ടരെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അതേ തന്ത്രം തന്നെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്, അതേ തന്ത്രം തന്നെയാണ് 14-ാം നൂറ്റാണ്ടിന് ശേഷം ഇവിടെ ആവിഷ്കരിച്ചത്. എന്നിട്ടെന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടായിരുന്നതിൽ മാത്രമല്ല, 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഈ പറയുന്ന സോ കോൾഡ് ട്രഡീഷണൽ പീപ്പിള്, അവരുടെ പിതാക്കന്മാര്, അവര് ഈ പറയുന്ന ഇല്ലങ്ങളിലേക്ക് നെല്ല് ചുമന്നുകൊണ്ട് കൊടുക്കുകയും നെല്ല് കുത്തിത്തരുന്ന അമ്മച്ചിമാർ പുഴുങ്ങി ഉണങ്ങി കുത്തി കൊടുക്കുന്നതായിട്ടുള്ള ആ അരി കൊണ്ടുവന്ന് അവരുടെ ഇല്ലങ്ങളിലെ പത്തായങ്ങളിൽ നിറച്ചു കൊടുക്കുകയും ചെയ്യുന്ന പണിയായിരുന്നു, ഊഴിയവേല ചെയ്യുന്നതായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതലുള്ള ചരിത്രകാരന്മാരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പം അപ്പോസ്തലന്മാർ ഇവിടെ വന്നു, അപ്പോസ്തലൻ വന്നു. ഒരു കാര്യമുണ്ട്, ഞാനൊക്കെ പറയുന്ന കുൽസുകളൊക്കെ അപ്പൊ അച്ഛൻ കേൾക്കാറുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് സന്തോഷം. വിമർശനങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കുക എന്നുള്ളത് നല്ല ഒരു പഠിതാവിന്റെ മനസ്സാണ്. ഞാൻ സ്നേഹത്തോടെ കേൾക്കും. എന്നെ കുറിച്ച് വിമർശിക്കുന്നത് ഞാൻ പുഞ്ചിരിയോടെ കേൾക്കുകയും ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്നെ കുറിച്ച് 5-6 വീഡിയോകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു. അപ്പൊ ഈ നടക്കാൻ പോകുന്ന സമയത്ത് ഇതെല്ലാം കേൾക്കുന്നത് പൊട്ടിച്ചിരിക്കാറുണ്ട് ചിലത് കേൾക്കുമ്പോ. കാരണം മനസ്സിൽ ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ ഒരുപാട് കൗതുകപരമായ കാര്യം, നമ്മൾ ചിന്തിക്കാത്തത്, നമ്മൾ പറയാത്ത പാടുള്ള കാര്യങ്ങളെ വളരെ ബലൂൺ പോലെ ഇങ്ങനെ വീർപ്പിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തുകുത്തിയാൽ അത് പൊട്ടിപ്പോവും. എങ്കിലും അത് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, മാത്രമല്ല സ്വർഗത്തിൽ അത്രമാത്രം പ്രതിഫലം കൂടി വരുന്നു എന്നുള്ളതും കൂടെ ഓർക്കുമ്പോൾ ഒരു സുഖം. ഓക്കെ, നമ്മുടെ ചർച്ചാ വിഷയം അത് അലസിപ്പോരുത്. ഞാനേ അത് നമുക്ക് പറയാം. ഇത് ഇത്രേ ഉള്ളൂ. ഞാനൊക്കെ പറയണ ആരും കേൾക്കുന്നില്ല എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാരൊക്കെ വേണ്ടപ്പെട്ടവരെ കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഇത്രേ സന്തോഷം. ഓക്കെ, തീർച്ചയായിട്ടും ഈ 12 അപ്പോസ്തലന്മാരും ഉള്ളപ്പോഴാണ് ഈ പറഞ്ഞതായിട്ടുള്ള ഡിഡാക്കയിലുള്ളതായ എല്ലാ വിഷയങ്ങളും അവർ ചർച്ച ചെയ്ത് വളരെ കൃത്യമായിട്ട് അത് പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചത് പിന്നീട് ആരോ എഴുതി, അജ്ഞാതനായിട്ടുള്ള ഒരാൾ, ആരായാലും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർ നിയോഗിച്ച ആളുകൾ തന്നെ ആയിരിക്കും അത് എഴുതിയത്. അത് ഒരു കൈയെഴുത്തുപ്രതിയല്ല, ധാരാളം കാണും. കാരണം ഓരോ അപ്പോസ്തലന്മാരും അവർ പോകുമ്പോൾ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ സഭകൾ ഉണ്ടാകുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളതുണ്ടായിരുന്നു. തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും തിമോത്തിയോസിന്റെ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും ഒക്കെ പറയുമ്പോൾ എന്നിൽ നിന്ന് കേട്ടതായ പഥ്യ ഉപദേശം, അല്ലെ, പഥ്യോപദേശം. ആ പഥ്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൗണ്ട് വേർഡ്സസ് എന്നാണ്. സൗണ്ട് വേർഡ്സസ്, ലോഗോസ്. അപ്പം ഏറ്റവും സത്യമായിട്ടുള്ള വചനങ്ങൾ, അതിന് നമ്മള് സൗണ്ട് ഡോക്ട്രിൻ എന്നൊക്കെ പറയും. അപ്പൊ ഇതെല്ലാം തന്നെ ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ ഉപദേശമായിരിക്കുന്ന ഡിഡക്കയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഡിഡക്ക എഴുതിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. സഭ പാലിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിനെ അനുധാവം ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ളതെല്ലാം. നമ്മളിനി
ഈ ഡിഡക്കയിലെ 15ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ്. മൊത്തം 16 അധ്യായമാണ്. അതിലെ 15ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് വളരെ കൃത്യമായിട്ട് എപ്പിസ്കോപ്പോസിനെ അല്ലെങ്കിൽ എപ്പിസ്കോപ്പോവെ തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. 2 വിധത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതൊന്ന് ആ ഗ്രീക്കിൽ ആ പദങ്ങളൊന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നമ്മളെ മലയാള പരിഭാഷ ഉണ്ട് ഇതിനകത്ത്, യൂട്യൂബിൽ കിടപ്പുണ്ട്. പക്ഷേ മലയാള പരിഭാഷ നടത്തിയിരിക്കുന്ന ആളുകള് അവർക്ക് ഉചിതമായിട്ടുള്ള അവരുടെ സഭയുടെ ആവശ്യാനുസരണം വാക്കുകളെയും സെന്റൻസുകളെയും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. മലയാളം പരിഭാഷ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ അതിന്റെ ഒറിജിനൽ ഗ്രീക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് മലയാളം കൂടെ വായിച്ചപ്പോൾ അതിനകത്ത് ഭയങ്കര വ്യത്യാസം എനിക്ക് ബോധ്യമായത് കൊണ്ടാണ് ഞാൻ അത് അംഗീകരിക്കാത്തത്. 15:1 ഗ്രീക്കിൽ അച്ഛൻ വായിച്ചിട്ട് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നം ഇപ്പോൾ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അവിടെ പറയുന്നത് സെയ്റോട്ടോഷത്തെ ഓൺ ഇയാട്ടോവിൻ എപ്പിസ്കോപ്പോവെ കായി ഡയക്കോണ് ആക്സിനോ ടോ കുരിയോൺ ആൻഡ്രോ പാവി കായ് അഫിലേക്ക് ഗുരോവോ കായ് അത്തേക്കോയ് കായ് ഡിഡാക്കോ ഡിഡോ കിമാസോനോവെ ഉമിൻ ഗാർ ലെറ്റോ ഗോസൽ കായ് ഓട്ടോൽ തൻ ലെയ്റ്റോ ഗ്രൈൻ ടോൺ പ്രോഫിറ്റോൺ കായ് ഡിഡാക്കെ സ്കാലോൻ. അതാണ് ആ ഗ്രീക്ക്. അത് പഴയ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് ചില വേർഡ്സസ് ഇച്ചിരി മങ്ങിക്കിടപ്പുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടത് അതേപോലെ പെട്ടെന്ന് വായിക്കാം. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സെറോട്ടോണി ഷാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ട് എന്നുള്ളൊരർത്ഥമുണ്ട്. എലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെരഞ്ഞെടുക്കുക. വേറൊരർത്ഥം അപ്പോയിന്റ് എന്നും കൂടെ ഉണ്ട്, നിയോഗിക്കുക എന്നർത്ഥമുണ്ട്. അപ്പോൾ സഭയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പിസ്കോപ്പോവെ എന്നുള്ളതിന് ഒറിജിനൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് KJV കൊടുത്തിരിക്കുന്ന ഓവർസിയേഴ്സ് എന്നും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിഷപ്സ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബിഷപ്പ് എന്നുള്ള പദമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. എനിക്ക് മാർത്തോമ സഭയോട് ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. കാരണം മാർത്തോമ സഭയിലെ മെത്രാപ്പോലിത്ത ഒഴികെ ബാക്കിയുള്ള മെത്രാന്മാരെ എല്ലാം അവർ വിളിക്കുന്ന എപ്പിസ്കോപ്പ എന്നാണ്. എപ്പിസ്കോപ്പ വാഴ്ക്കൽ എന്നാണ്. എപ്പിസ്കോപ്പ എന്നുള്ളത് ഗ്രീക്ക് പദത്തിൽ ഒറിജിനൽ ഡിഡാക്കയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. അപ്പം ഇത് പറഞ്ഞിരിക്കുന്ന എപ്പിസ്കോപ്പാവെ നിങ്ങൾക്ക് നിയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. എവിടുന്ന? ഒരുപാട് സഭകളുടെ കൂട്ടത്തിൽ ഒന്നിനെയല്ല, ഓരോ സഭയിലും ഒന്നിൽ കൂടുതൽ ആളുകളെ എപ്പിസ്കോപ്പമാരായിട്ട് തെരഞ്ഞെടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? കൃത്യമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ കാണാം. 20-ാം അധ്യായത്തിലെ മിലേത്തോസിലേക്ക് എഫസോസിലെ എപ്പിസ്കോപ്പമാരെ വിളിച്ചു വരുത്തുന്നു. പൗലോസ് അപ്പോസ്തോലനായിട്ട് വാഴിച്ചത് ആരാണ്? പിള്ളേർ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോസ്തോലനായിരിക്കുന്ന പൗലോസിനെ ആരാണ് അപ്പോസ്തോലനായിട്ട് വാഴിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് പറയാമോ? അജിക്ക് പറയാമോ? പല വ്യാഖ്യാനമുണ്ട്. ഞാൻ വേദപുസ്തകത്തിലെ വ്യാഖ്യാനം പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, പല വ്യാഖ്യാനത്തിൽ എനിക്ക് ഇഷ്ടമേ ഇല്ല. ഞാൻ എന്റെ വ്യാഖ്യാനം പറയത്തില്ല, ആളുകൾ പറയുന്ന വ്യാഖ്യാനം. വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേസ്, വാട്ട് ദ ഡിഡാക്കെ സേസ്, ദാറ്റ് ഈസ് ഇനഫ് ഫോർ മീ. പറ. അപ്പോസ്തലന്മാരെ എല്ലാവരും വായിച്ച കർത്താവ് തന്നെയാണ്. അപ്പോസ്തലന്മാരെ എല്ലാം വായിച്ചത് അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. അവൻ അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേരിട്ടു, അല്ലെ? മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് 12 പേരെ തെരഞ്ഞെടുത്തു. പക്ഷെ പൗലോസിനെ അങ്ങനെ തെരഞ്ഞെടുത്തു. കർത്താവിൽ നേരിട്ട് പ്രാപിച്ചു എന്നുള്ള. ധന്യനായ പൗലോസിന്റെ പേര് എന്തായിരുന്നു? ശൗൽ എന്നുള്ളായിരുന്നു. ശൗൽ എന്നുള്ള പേര് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാറ്റിയിട്ട് പൗലോസ് ആക്കി എന്നൊക്കെ ചില ആളുകൾ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. യാദൃച്ഛ കേൾക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ പ്രസംഗം ഞാൻ കേൾക്കാറില്ലെങ്കിലും യാദൃച്ഛ കേട്ടിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു അറിവാണ്. അന്നത്തെ കാലത്ത് റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ളതായ യഹൂദന്മാർക്ക് യഹൂദ പേരും അതോടൊപ്പം തന്നെ ഒരു റോമൻ നെയിമും ഉണ്ടാവും. ഈ പൗലോസ് അപ്പോസ്തലൻ വാസ്തവത്തിൽ റോമൻ സിറ്റിസണും കൂടിയാണ് ജന്മനാൽ, അല്ലെ? കിലിക്കിയയിൽ ജനിച്ച തർസോസുകാരനായിരിക്കുന്ന പൗലോസാണ്. അപ്പം ആ പൗലോസ് ശൗലായിരുന്നു. ശൗൽ എന്നുള്ളത് എബ്രായ പേരാണ്. പൗലോസ് എന്നുള്ളത് റോമൻ നെയിമാണ്, അല്ലാതെ പേര് മാറ്റിയതല്ല. റോമാക്കാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ വിജാതിയരുടെ ഇടയിലേക്ക് അപ്പോസ്തലനായി പോവുകയും വിജാതിയരുടെ അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുകയും ചെയ്ത പൗലോസ് സ്വയമേ സ്വീകരിച്ചതായുള്ള തന്റെ മാതാപിതാക്കൾ ഇട്ട അന്നത്തെ ഒഫീഷ്യൽ നെയിം, റോമൻ നെയിമാണ് പൗലോസ്. ആ പേരിലാണ് പൗലോസ് അപ്പോസ്തലൻ പിന്നീട് അറിയപ്പെടാനായിട്ട് ആഗ്രഹിച്ചത്. അല്ലാതെ അതൊരു ഗ്രീക്ക് നെയിം അല്ല, അതൊരു സുറിയാനി പേരുമല്ല, അതൊരു എബ്രായ പേരുമല്ല, അത് റോമൻ നെയിമാണ്. അത്രയെങ്കിലും ദയവുണ്ടായിട്ട് നിങ്ങളെ ഉൾക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇവിടെ പറയുകയാണ് സെറോട്ടോണി ഷാറ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എലക്ട് ചെയ്യണം. ഓൺ, അതുകൊണ്ട് ഇയോട്ടോവിൻ, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഫോർ യുവർ സെൽസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പിസ്കോപ്പോവേ, ഓവർസിയേഴ്സ്, ബിഷപ്സ് എന്നുള്ള പദം അവിടെയാണ് വരുന്നത്. അപ്പൊ ഇതേ പദമാണ് ഞാൻ പറഞ്ഞ
അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിൽ മിലേത്തോസിലേക്ക് എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി. മൂപ്പന്മാരെന്നാണ് മലയാളത്തിൽ അല്ലെ. മൂപ്പന്മാരെ എപ്പിസ്കോപ്പാവെ വാഴിക്കണം, കായ് ആൻഡ് എന്ന് പറഞ്ഞാൽ എപ്പിസ്കോപ്പമാരെയും ഡയക്കോണോവ് എന്ന് പറഞ്ഞാൽ ഡീക്കന്മാരെയും. ഡീക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷകർ, സെർവൻസ് എന്നാണ് അർത്ഥം. അപ്പൊ ശുശ്രൂഷകരെയും നിങ്ങൾ വാഴിക്കണം. അപ്പം 2 ഓഫീസ് മാത്രമേ ഒഫീഷ്യേറ്റ് ചെയ്യാനായിട്ട് സഭയെ നിയമിച്ചിട്ടുള്ളൂ. അതെവിടുന്നാ? നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ. ഇനി വേറൊരു കാര്യം പറയാം. ഈ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലാണ് പൗലോസ് അപ്പോസ്തലനെയും ബർന്നബാസിനെയും ഒക്കെ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് അല്ലെ. അപ്പം സഭ എന്ത് ചെയ്തു? ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ യാത്രയാക്കി. അങ്ങനല്ലേ അജയ് വായിക്കുന്നേ? സഭയാണ് അവരുടെ മേൽ കൈവച്ചത്. സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടം, അല്ലാതെ അപ്പോസ്തലന്മാർ അവിടെ കൈവച്ചില്ല. ഈ അപ്പോസ്തല നടപടികൾ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ധാരാളം ആളുകൾ, യഹൂദ സ്ത്രീകളും അതേപോലെ തന്നെ യവന സ്ത്രീകളും ഒക്കെ വിശ്വാസത്തിലേക്ക് വന്നു. അല്ലെങ്കിൽ യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരായിട്ടുള്ള ആളുകളും ഒക്കെ വിശ്വാസത്തിൽ വന്നപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായി. അപ്പൊ അവരുടെ ഭക്ഷണ കാര്യങ്ങളുടെയും അവർക്ക് വീതം വെച്ച് കിട്ടുന്ന 4-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന എല്ലാവരും കൊണ്ടൊന്നും പൊതുമുതലായിട്ടാണ് കാണല്ലോ. അപ്പൊ അവർക്ക് കിട്ടുന്ന വിഹിതങ്ങളൊന്നും കൃത്യമായി കിട്ടുന്നില്ല. ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെ ഇവർക്ക് ഒരു വേർകൃത്യം കണ്ടു എന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ പരാതിയുമായിട്ട് വന്നപ്പോൾ അപ്പോസ്തലന്മാർ സഭയെ മുഴുവനായിട്ട് വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഇപ്പൊ ദൈവവചനം പ്രസംഗിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് ദൈവവചന ഘോഷണമാണ്, സുവിശേഷ പ്രചരണമാണ്. ചില അറിവില്ലാത്ത ആളുകളും പൈശാചികന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ സുവിശേഷം പറയരുത്, സുവിശേഷം പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങൾ ഓർത്തോണം, അത് പിശാചിന്റെ കൈകളിൽ ഇണങ്ങിയ ആയുധങ്ങളാണ്. അപ്പൊ ആ ആയുധങ്ങളുടെ വാക്കുകളെ കേൾക്കുകയും അതിനെ അനുധാവനം ചെയ്യുകയും ചെയ്താൽ നിങ്ങളും അതിനോട് യോജിച്ചു പോകും എന്നതിന് യാതൊരു സംശയമില്ല അജി. അതുകൊണ്ട് അതും കൂടി കൂടുതൽ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ അപ്പോസ്തലന്മാരുടെ സംഘം ചേർന്നിട്ട് വളരെ ക്വാളിഫിക്കേഷൻ ഉള്ള ദുഃഖിപ്പിക്കുന്ന കാര്യം, ഈ സുവിശേഷം പറയുന്നത് എന്ന് പറയുന്ന ആളുകൾ നമുക്കറിയാം, അത് ആരാണ് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നെ ദുഃഖിപ്പിക്കുന്ന ഇതല്ല. എന്നെ ദുഃഖിപ്പിക്കുന്നത് ഈ വചനത്തിന്റെ ട്രസ്റ്റീസ് ആണെന്ന് പറയുന്ന ആൾക്കാർ, ഞങ്ങളുടെ ഇത്രയും വലിയ പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ ഏവെങ്കോലിയനെ മുത്തി ആഘോഷിക്കുക എന്ന് പറയുന്നത്, ഏവെങ്കോലിയനെ ആഘോഷിച്ചുകൊണ്ട് വരുന്ന ആൾക്കാര്, അവര് പ്രധാനപ്പെട്ട ആൾക്കാർ പോലും ഇങ്ങനെയുള്ള ആൾക്കാരെ വെളിപ്പാടുസിൽ ഇങ്ങനെയുള്ള വായിക്കുന്നത്, നീ അവളെ പുറത്തു കൊള്ളുന്നു അല്ലെ, ഇസബേൽ എന്നുള്ള സ്ത്രീയെ നീ എന്ത് ചെയ്യണം, നീ സഫറിങ്, അവളെ നീ അനുവദിക്കുന്നു എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ അനുവദിക്കുന്നത് വളരെ ഈ കുഞ്ഞാടുകളുടെ വിശ്വാസികളായ ആൾക്കാരുടെ ഇടയ്ക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ തള്ളിക്കളയുന്ന, ഞാൻ പറയാൻ വന്നത് ഇവിടെ ഉപദേശിമാരോ മെത്രന്മാരോ തിരുമാനിമാരൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കേസ് ഇതാണ്. ഒറ്റ കാര്യമുള്ളൂ, അതായത് ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം വേണ്ട എന്ന് പറയുന്ന ഒരാൾ ബൈബിളിനെ ടോയ്ലറ്റ് അങ്ങനെ പറഞ്ഞ ആളുകളെ അംഗീകരിക്കുന്നവര് വാസ്തവത്തിൽ ആരാണെന്നുള്ളത് അവരവർ തന്നെ ചിന്തിച്ചോളുക. അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഏതെങ്കിലും മെത്രാനോ അച്ഛനോ ഉണ്ടെങ്കിൽ അവർ ചിന്തിച്ചോളുക അവർ എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷാവിധി എന്തായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ഡിഡാക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ഞാനിപ്പോ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട അപ്രയം തിരുമേനി ഞാൻ പള്ളിപിടുത്തത്തിനെതിരായിട്ടുള്ള ഒരാളാണ്. ഞാൻ ബേസിക്കലി കുടുംബപരമായിട്ട് ഞങ്ങൾ യാക്കോബക്കാരാണ്. ഞാൻ ആ വിശ്വാസം വിട്ടെങ്കിലും നമുക്ക് ഈ കേരള പൊതുസമൂഹം പള്ളിപിടുത്തത്തിനെതിരാണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് എത്രയൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ആ സമൂഹത്തിൽ നിന്ന് ഒരാളെ എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞു ഇത് ചെയ്യരുത്, ശരിയല്ല എന്നൊരു തിരുമേനി എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞപ്പോ നമ്മള് കേരള സമൂഹം മൊത്തം അദ്ദേഹത്തിന്റെ കൂടെ കൂടിയില്ലേ. പക്ഷെ ഇത്രയും വലിയ ദൈവദൂഷണം പറഞ്ഞിട്ടും സുവിശേഷം പറയേണ്ട ആവശ്യമില്ല, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ ആവശ്യമില്ല, സ്വർഗനരകങ്ങളില്ല, ന്യായവിധിയുടെ ഇല്ല, ബൈബിൾ എന്ന് പറഞ്ഞ ടിഷ്യൂ പേപ്പറാണ്, സ്ലീഹന്മാരെ അദ്ദേഹം വിളിച്ചത് പച്ച തെറിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ വെച്ചുകൊള്ളുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ വെച്ചുകൊള്ളുന്ന ഇത് നിങ്ങൾ തിരുമേനിമാരെ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കും. അപ്പോസ്തല നടപടികൾ 20-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ മിലാത്തോസിലെ മീറ്റിംഗിൽ അല്ലെങ്കിൽ അവരുടെ സഭ, അത് ശരിക്കും ഒരു സഭാ സുനോദോസ് ആയിരുന്നു കേട്ടോ. എരുസലേമിൽ നടന്ന സുനോദോസ് കഴിഞ്ഞിട്ട് പിന്നെ എഫെസോസുകാരുടെ സുനോദോസ് നടന്നത്, സഭാ കൗൺസിൽ നടന്നത് മിലേത്തോസിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ മിലേത്തോസിലെ സഭാ സുനോദോസിൽ വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ
അനേക വർഷങ്ങൾ, ദീർഘവർഷങ്ങൾ, 3 വർഷത്തോളം രാപ്പകൽ അധ്വാനിച്ച് പ്രയോജനമുള്ള ഒന്നും, 20-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, പ്രയോജനമുള്ള ഒന്നും തന്നെ ഞാൻ മറച്ചു വെക്കാതെ വീട് വീടാന്തരവും നിങ്ങൾ വ്യക്തിപരമായിട്ടും അതൊക്കെ നിങ്ങളെ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയതിനു ശേഷം കൊടിയ ചെന്നായ്ക്കൾ വരും. അവര് ഇതേപോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അജി പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ഈ കൊടിയ ചെന്നായ്ക്കൾ വിളംബരം ചെയ്യും, അവരത് ചെയ്യും. അപ്പം ഈ പറയുന്ന ആളുകൾ വാസ്തവത്തിൽ പൗലോസ്ലീഹ അന്നേ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആത്മനിറവോടെ പ്രവചനമായിട്ട് പറഞ്ഞു കൊടിയ ചെന്നായ്ക്കൾ ഇറങ്ങും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സമകാലിക ഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കേണ്ട, ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരുടെ അധരങ്ങൾ, അതിനെക്കുറിച്ച് റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് അവരുടെ അധരങ്ങളിൽ സർപ്പവിഷമുണ്ട്. അപ്പൊ കൊടിയ ചെന്നായ്ക്കൾ, സർപ്പവിഷമുള്ളവർ, ഇങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അത് പ്രചരിപ്പിക്കുക, അത് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുക, ഇതൊക്കെ ചെയ്യുകയും അതിനകത്ത് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവര് ഓർത്തുകൊള്ളണം, നിങ്ങൾക്ക് വെച്ചിട്ടുള്ള ശിക്ഷാവിധിയെ കുറിച്ച് നിടക്കയിലും സുവിശേഷ ഭാഗങ്ങളിലും അതേപോലെ ലേഖന ഭാഗങ്ങളിലും വിശുദ്ധ ബൈബിളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ അജി നമ്മളെ അറിയിക്കേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് പറയുന്നു. അപ്പൊ നമ്മൾ ഇവിടേക്ക് വരാം. ഈ പറഞ്ഞതായിട്ടുള്ള എപ്പിസ്കോപ്പോ എന്നുള്ള പദമാണ് എഫെസോസിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാർക്ക്. അപ്പൊ എഫെസോസിലെ മൂപ്പന്മാരെ ആരാണ്, അല്ലെങ്കിൽ അവിടുത്തെ എപ്പിസ്കോപ്പമാരെ ആരാണ് വാഴിച്ചത്? അജി പറയണം മറുപടി. ആര് വാഴിച്ചു? ഏത് അപ്പോസ്തലനാണ് അവിടെ പോയി കൈവപ്പ് കൊടുത്തത്? അതിനു മുമ്പ് ഞാൻ ചോദിച്ചു, പൗലോസ് അപ്പോസ്തലനെ ആരാണ് വാഴിച്ചത്? ആരാ വാഴിച്ചത്? സഭയാണ്, വിശ്വാസികളാണ്. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഐ വാസ് സപ്പോസ് ടു സ്പീക്ക് ഫോർ ദ എപ്പിസ്കോപ്പൽ ചർച്ച്. ഞാൻ പെട്ടെന്ന് ഒരു സെക്കൻഡ് ബ്രദറുകാരനായി പോയി, അതുകൊണ്ട് ക്ഷമിക്കുക. ഞാൻ തിരിച്ച് പട്ടത്ത് സഭയിലോട്ട് തിരിച്ചു വരാം. പക്ഷെ ഒരു ചോദ്യം ഉണ്ടാവും. അല്ല, അപ്പൊ ഇത് കേട്ടിട്ട് പറയും, കണ്ടോ നീലക്കുറുക്കന്റെ അവസ്ഥയായെന്ന് പറയും. ഇത് കേൾക്കുന്ന ഈ ആദരങ്ങളിൽ സർപ്പമുള്ളവർ പറയും. ഞാൻ പറയാൻ വന്നത്, ഈ ആർഗ്യുമെന്റ് പറയുമ്പോ, അച്ഛൻ ഈ ആർഗ്യുമെന്റ് പറയുമ്പോ പട്ടത്ത് സഭകളിലെ തിരിച്ച് അവർ ചോദിക്കുന്ന കാര്യമുണ്ട്. അപ്പോസ്തലനായ പട്ടത്ത് സഭ എന്ന് പറയാതെ, ഞാൻ പട്ടത്ത് സഭയിലെ അംഗമാണ്, പട്ടത്ത് സഭയിലെ ബിഷപ്പ് കമ്മീഷണറിയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചിലുള്ള ആൾക്കാർ പറയുന്ന വാദം, ഞാൻ ട്രഡീഷണൽ ചർച്ചസ് യൂസ് ദാറ്റ് വേർഡ്, ട്രഡീഷണൽ, പാരമ്പര്യ സഭകൾ, അങ്ങനെ പറയാം. എനിക്ക് പാരമ്പര്യമൊന്നുമില്ല, എനിക്ക് നല്ല പാരമ്പര്യം മാത്രമേ ഉള്ളൂ. ഈ പാരമ്പര്യ സഭകളിൽപ്പെട്ട ആൾക്കാർ പറയുന്ന ഒരു കാര്യം, സോറി, അപ്പോസ്തലനായ പത്രോസിന്റെ അടുത്ത് പൗലോസ് വന്നിരുന്നു. കാരണം അന്ത്യോക്യയിൽ വെച്ച് പിന്നെ ഇതൊക്കെ അയക്കപ്പെട്ടെങ്കിലും പിന്നീട് അപ്പോസ്തലനായ പത്രോസിനെയും യാക്കോബിനെയും പോയിട്ട് പൗലോസ് കാണുന്നുണ്ട്. അപ്പൊ അത് അംഗീകാരം വാങ്ങാനാണെന്ന് പറയുന്നവരുണ്ട്. പിന്നീട് തിമോത്തിയോസിനോടും തീത്തോസിനോടും പൗലോസ് പറയുമ്പോൾ, നീ പോയി പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കാന്ന് പറയുന്നു. അപ്പൊ പൗലോസിന്റെ കൈവെപ്പ് തിമോത്തിയോസിലുണ്ട്. അതേ അധികാരം കൊണ്ട് നീ പോയിട്ട് പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കാന്നും പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഇതാണ് മാതൃക, അപ്പോസ്തലിക കൈവെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറയുന്ന കൂട്ടരുണ്ട്. അപ്പൊ അതിനെപ്പറ്റി അച്ഛൻ്റെ. ഓക്കെ, അപ്പൊ അനുമാനങ്ങൾ തെളിയിക്കപ്പെടാനായിട്ടുള്ള ഉപോത്ബലവുമായിട്ടുള്ള വസ്തുതകൾ വേണം നമ്മുടെ മുമ്പാകെ. ഒന്നാമത്തെ. 2, ആദ്യം പറഞ്ഞു സഭയാണ് അവരെ ചുമതലപ്പെടുത്തി അവരെ മിഷൻ വർക്കിന് വേണ്ടിയിട്ട് പോകുന്നത്. ബർന്നബാസും പൗലോസും എല്ലാവരും കൂടെ പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സഭ രൂപപ്പെട്ടപ്പോൾ വിജാതീയരായിട്ടുള്ള ആളുകൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സഭയിൽ പ്രശ്നമായി. സഭാ കൗൺസിൽ കൂടി അതിനുള്ള തീരുമാനങ്ങൾ എടുത്തു 15-ാം അധ്യായത്തിൽ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവര് നേരെ അങ്ങ് പോവുകയായിരുന്നു. അവിടെ പൗലോസിന്റെ മേലൊന്നും ആരും കൈവെക്കാൻ നിന്നില്ല അപ്പോസ്തലൻ. അതിനുശേഷമാണ് പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തൊക്കെ പല പ്രശ്നങ്ങളും പല മേഖലകളിൽ നിന്നുണ്ടായപ്പോൾ അതിന് കൃത്യമായ മറുപടികൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നു. ഇനി നമ്മള് 6-ാം അധ്യായത്തിലായിരുന്നല്ലോ വന്നത്. അപ്പൊ അവിടെ 7 പേരെ തെരഞ്ഞെടുത്തു. അവിടെ അപ്പോസ്തലന്മാർ കൈവച്ചു. ഡീക്കന്മാരായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷകരായിട്ട്, സഭയുടെ ഈ പറഞ്ഞ മേശമേലുള്ള ശുശ്രൂഷകർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ദിനംപ്രതിയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മേൽനോട്ടക്കാരെ, അവരെല്ലാം തന്നെ സുവിശേഷകരും കൂടിയായിരുന്നു. പിന്നീട് അതിലൊരുത്തനാണ് സ്തേഫാനോസ്, കൊല്ലപ്പെട്ട സ്തേഫാനോസ്. ഫിലിപ്പോസ് ഒക്കെ അതിനകത്ത് പെട്ട ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഈ മാത്രമല്ല, പത്രോസ് അപ്പോസ്തലൻ ആരുടെ മേലും കൈവച്ചാട്ട് അതിന് ശേഷം നമ്മൾ കാണുന്നില്ല. എന്തിനു വേണ്ടിയിട്ടല്ലാതെ രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ട് കൈവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഈ ഇങ്ങനെ വാഴിക്കാനായിട്ടല്ല, അല്ലാത്ത രോഗികൾക്ക് സൗഖ്യം കൊടുക്കാൻ വേണ്ടി പത്രോസ് അപ്പോസ്തലൻ കൈവച്ചിട്ടുണ്ട്. ഇനി ആദിമ സഭയിലെ കൗൺസിൽ നടന്ന സമയത്ത് അന്ന് അവിടെ അധ്യക്ഷം വഹിച്ചത് പത്രോസാണ്, എല്ലാവരുടെയും മൂപ്പൻ എന്ന് പറയുന്നവർ. പത്രോസ് അപ്പോസ്തലനാണ് എല്ലാവരുടെയും തലവൻ എന്ന് പറയുന്നവർ. അവര് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോസ്തല നടപടികൾ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന
ആദ്യത്തെ സഭാ സുനോദോസിലെ അധ്യക്ഷൻ ആരായിരുന്നു? യാക്കോബായിരിക്കും. ഏത് യാക്കോബ? കർത്താവിന്റെ സഹോദരനായ യാക്കോബ.